ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് +1 കുട്ടികൾക്കുള്ള ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾ ആൻഡ് ടെക്നിക് എന്ന 12ാമത്തെ ചാപ്റ്ററാണ് എടുക്കുന്നത്. അതിൽ കുറച്ച് ബേസിക് കാര്യങ്ങൾ ആദ്യം നോക്കാം. ഈ ചാപ്റ്ററിൽ നമ്മൾ കുറേ നെയിമിങ്ങും കാർബൺ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, അതായത് ആൽക്കൈൻ, ആൽക്കീൻ ഇതെല്ലാം പരിചയപ്പെടുന്നുണ്ട്. അതിനാദ്യം തന്നെ അറിഞ്ഞിരിക്കണം, ഒരു കാർബൺ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മെത്ത് എന്ന വാക്കാണ്. കാർബൺ 2 കാർബൺ ഉണ്ടെങ്കിൽ എത്ത്, 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ്, 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ട്, 5 ആണെങ്കിൽ പെൻറ്റ്, 6 ആണെങ്കിൽ ഹെക്സ്, 7 ആണെങ്കിൽ ഹെപ്റ്റ്, 8 കാർബൺ ആണെങ്കിൽ ഒക്റ്റ്, 9 കാർബൺ ആണെങ്കിൽ നോൺ, 10 കാർബൺ ആണെങ്കിൽ ഡെക്ക്. ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് പഠിച്ചു വയ്ക്കുകയോ ഓർത്തിരിക്കുകയോ ഒക്കെ ചെയ്യണം. ഓക്കെ, ഇതെന്തൊക്കെയാണെന്ന് പറയാമോ? ആൽക്കൈനാണോ, ആൽക്കൈനാണോ? അതെങ്ങനെയാണ് കണ്ടുപിടിക്കണേ? കാർബൺ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എന്താണ്? ആൽക്കൈൻ, ANE, ആൽക്കൈൻ. ALKNE, ആൽക്കൈൻ ആണ്. കാർബൺ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ. കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഏതാണ്? ആൽക്കൈൻ, YNE ആണ് വരുന്നത്. ലാസ്റ്റ് വരുന്നത് YNE ആണ്. ALKYNE, ആൽക്കൈൻ ആണ്. കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കൈൻ. കാർബൺ ഡബിൾ ബോണ്ട് ആണെങ്കിലോ ആൽക്കീൻ, ENE, അതാണ് ലാസ്റ്റ് വരുന്നത്. ALKENE, ആൽക്കീൻ. ഓക്കെ, കാർബൺ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അത് ആൽക്കൈനും, കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കെയിനും, കാർബൺ ഡബിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കീനുമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് നോക്കാം. 2 കാർബൺ ആണുള്ളത്. അപ്പോൾ എന്താണ്? മെത്ത്, എത്ത്. എന്താണ് പേര് വരുന്നത്? എത്തൈൻ. കാർബൺ ട്രിപ്പിൾ ബോണ്ടും പിന്നെ 2 കാർബൺ ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? ഈഥൈൻ, ETHYNE. നമ്മൾ പറഞ്ഞല്ലോ, ആൽക്കെയിൻ ആണെങ്കിൽ ലാസ്റ്റ് YNE ആണ് വരുന്നത്. അപ്പോൾ 2 കാർബൺ വരുമ്പോൾ എന്താണ് പേര് വരുന്നത്? എത്തെന്ന് വരും. അപ്പോൾ ഈഥൈൻ. ഓക്കെ, ഇത് കാർബൺ ഡബിൾ ബോണ്ട്. അപ്പോൾ ആൽക്കീനാണ്, 2 കാർബൺ ആണുള്ളത്. അപ്പോൾ എന്താണ് വരുന്നത്? എഥീൻ, എത്ത്. 2 കാർബൺ വരുമ്പോൾ എത്ത്. ലാസ്റ്റ് ആൽക്കീനായിരുന്നു ENE. ഓക്കെ, മനസ്സിലായല്ലോ അതെന്താണെന്ന്? ആൽക്കൈൻ, ആൽക്കെയിൻ, ആൽക്കീൻ. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഇത് നമുക്ക് വേറൊരു റെപ്രസെൻറ്റേഷനിൽ ഇടാം. 2 കാർബൺ. ഓക്കെ, C. ഓക്കെ, CH3 എന്നാണ്. നമുക്കറിയാം കാർബണിൻ്റെ വാലൻസി 4 ആണ്. അപ്പോൾ CH3 പിന്നെ ഒരു വാലൻസി ഇവിടെ. അപ്പോൾ കാർബണിന് 4 വാലൻസിയായി. ഇവിടെ വരുമ്പോൾ CH ഇത് തന്നെയാണ് നമ്മൾ ഈ ഫിഗറിനകത്തേക്ക് മാറ്റിയേക്കുന്നത്. CH3 ഒരു കാർബൺ ഹൈഡ്രജൻ. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് എന്താണ്? ഈഥൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? കാർബൺ ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ, ട്രിപ്പിൾ ബോണ്ട്. പിന്നെ H ഇങ്ങനെ വരാൻ കാരണം എന്താണെന്ന് അറിയില്ല. കാർബണിന് വാലൻസി 4 ആണ്. ഇപ്പോൾ ഇവിടെ 3 എണ്ണമായി. പിന്നെ ഒരു ഹൈഡ്രജൻ ആണുള്ളൂ. ഓക്കെ, അതേപോലെ ഇവിടെ ഇപ്പുറ സൈഡിലും. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തത് എഥീനാണ്. എങ്ങനെയാണ് എഴുതേണ്ടത്? കാർബൺ
ഡബിൾ ബോണ്ട്. അപ്പോൾ സി ഡബിൾ ബോണ്ട് സി. പിന്നെ വാലൻസി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എച്ച് 4 വാലൻസി. അതിലിപ്പോൾ കാർബണിൻ്റെ 4 വാലൻസിയിൽ ഇപ്പോൾ 2 ഹൈഡ്രജൻ വന്നപ്പോൾ ഇവിടെ 2 വാലൻസി, പിന്നെ ഈ 2 ബോണ്ട്, അങ്ങനെ 4 ആയിട്ടോ. അടുത്തത് എച്ച് ഫോർമുല കറക്റ്റാണെന്ന് നോക്കുക. CH2 ഡബിൾ ബോണ്ട് CH2, സി ഒരെച്ച് അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2. ഈ ഫോർമുല തന്നെ ഈ പിക്ചറൽ റെപ്രസെൻറ്റേഷനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതിയെന്നുള്ളൂ. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് 3-methyl ഒക്ടേനാണ്. അതായത് ഒക്ടേൻ എന്ന് പറയുമ്പോൾ എത്ര കാർബണാണ്? മെയിൻ ചെയിനിൽ ഒക്ട എന്ന് പറയുമ്പോൾ 8. 1 2 3 4 5 6 7 8. ഓക്കെ, ഒക്ട്. പിന്നെ 3-methyl, മൂന്നാമത്തെ കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ് വന്നു. അപ്പോൾ 3-methyl ഒക്ടേൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമുക്ക് വേറൊരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, CH3 ബോണ്ട് ഇട്ട് കൊടുക്കുക. CH2 അടുത്തത് CH2, അടുത്തത് CH, ഈ CH. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ബ്രാഞ്ചിങ് ഉണ്ടല്ലോ, CH3 അതിവിടെ കൊടുക്കാം. CH3 അടുത്തത് എന്താണ്? CH2, അടുത്ത CH2 നമുക്ക് ബോണ്ട് ഇട്ട് കൊടുത്ത് എഴുതാം. അടുത്തതും CH2 നെക്സ്റ്റും CH2. ഓക്കെ, അടുത്ത CH2 ആണ് എഴുതിയിരിക്കുന്നത്. അടുത്തത് CH2 ലാസ്റ്റ് CH3. ഇതിനെ വേറെ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് ഇത്. ഓക്കെ, നമുക്ക് വേറെ സിക്സാഗ് റെപ്രസെൻറ്റേഷനിൽ എഴുതാം. അതിൽ ലൈൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതെങ്ങനെയാണെന്ന് എഴുതാം. നമുക്ക് ടെർമിനൽ, അതായത് അറ്റങ്ങളിലുള്ളതൊക്കെ മീഥൈൽ ഗ്രൂപ്പാണെന്ന് നമ്മൾ സങ്കല്പിക്കണം. ഓക്കെ, നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് തന്നെയാണ് കേട്ടോ, CH3 ആണ് ഇവിടെ എടുത്തത്. ഇതാണ് ടെർമിനൽ. അടുത്തത് ഇവിടെ വന്നു, അത് CH2. അടുത്തത് CH2 ആണ്, ഈ CH ആണ്. ഓക്കെ, അത് നമുക്ക് അവിടെ ഒരു ബ്രാഞ്ചിങ് ഉണ്ട്. മീഥൈൽ ഗ്രൂപ്പ് അത് നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈൻ ഈ CH2 വന്നു. അടുത്തത് ഈ CH2 ആണ് ഇവിടെ. അടുത്തത് ഈ CH2, നെക്സ്റ്റ് ഈ CH2 ആണ്. അടുത്തത് CH3. ഈ ടെർമിനൽസ് എല്ലാം, ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഈ അറ്റങ്ങൾ, ഇതെല്ലാം മീഥൈൽ ഗ്രൂപ്പാണ്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ടെർമിനൽസ് എല്ലാം മീഥൈൽ ഗ്രൂപ്പാണ്. അറ്റത്ത് വേറെ ഫങ്ഷണൽ ഗ്രൂപ്പൊന്നും ഇല്ലെങ്കിൽ അത് മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്തെഴുതാം. ഇതൊക്കെ CH2, ഇവിടെ CH ആണ്. ഓക്കെ, ഇവിടെ CH2 മനസ്സിലായല്ലോ. നമുക്ക് വേറൊരു കോമ്പൗണ്ടും കൂടി നമുക്ക് എഴുതി നോക്കാം. അടുത്തത് 2-bromobutane ആണ് എഴുതാൻ പോകുന്നത്. 2-bromobutane. ഓക്കെ, ബ്യൂട്ടേൻ. അപ്പോൾ നമുക്ക് ഈ പേര് കാണുമ്പോൾ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം. എയിൻ, അതായത് ആൽക്കൈനാണ്. പിന്നെ ബ്യൂട്ട് എന്ന് പറയുമ്പോൾ എത്രയാണ്? കാർബൺ 4 കാർബണാണ് മെയിനായിട്ടുള്ളത്. പിന്നെ എന്താ? 2-bromo, ബ്രോമിനുണ്ട്. അതിൽ ചെയിനിൽ നമ്പർ ചെയ്യുമ്പോൾ ബ്രാഞ്ചിങ്ങിൽ സെക്കൻഡ് പൊസിഷനിൽ ബ്രോമിനുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ പേര് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. നമുക്കത് 3 രീതിയിൽ എഴുതാം. ആദ്യം എഴുതാൻ പോകുന്നത് 2-bromobutane അല്ലേ, CH3 CH Br CH2 CH3. ഓക്കെ, സെക്കൻഡ് പൊസിഷനിലാണ് ബ്രോമീൻ. അപ്പോൾ അത് എഴുതി. പിന്നെ 1 2 3 4 കാർബൺ ബ്യൂട്ടായല്ലോ, 2-bromobutane. ഇത് നമുക്ക് അടുത്ത രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം. അടുത്തത് എങ്ങനെയാണ്? CH3,
അത് കഴിഞ്ഞിട്ട് CH, ഇവിടെ ബ്രാഞ്ചിങ് വരുന്നുണ്ട്. ബ്രാഞ്ചിങ് എന്താണ്? ബ്രോമിൻ എഴുതി. അടുത്തത് CH2, നെക്സ്റ്റ് CH3. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ടൈപ്പ് റെപ്രസെൻറ്റേഷനിൽ എഴുതാം, ലൈൻ റെപ്രസെൻറ്റേഷനിൽ. അപ്പോൾ നമുക്ക് CH3 CHഉം CH2 ഒന്നും എഴുതണ്ട. അല്ലാതെ നമുക്ക് ബ്രോമിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്തായാലും എഴുതണം. 2-bromobutane. ഓക്കെ, നമ്മൾ ലൈൻ വരച്ച് കൊടുക്കണം. ആദ്യത്തെ പടം നോക്കുക. ഇവിടെ CH3 ആണ് ഈ ടെർമിനലിൽ. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അടുത്തത് ഇവിടെ CH. ഓക്കെ, CHൻ്റെ അവിടെ നിന്ന് അവിടെ ബ്രാഞ്ച് കണ്ടല്ലോ, BR. അത് നമുക്കിവിടെ കൊടുക്കാം, BR. അടുത്ത ലൈൻ ഇത് CH2 എന്നുള്ളതാണ് ഇവിടെ. അടുത്തത് CH3. ഈ ടെർമിനൽ രണ്ടും മീഥൈൽ ഗ്രൂപ്പാണ്. സെക്കൻഡ് പൊസിഷനിൽ ബ്രോമിനുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എടുത്ത് പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഡൗട്ടുള്ളത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് 2-3 സൈക്ലിക് കോമ്പൗണ്ട് നോക്കാം. സൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ക്ലോസ്ഡ് ആയിട്ടായിരിക്കും. നമുക്ക് 2 ഫിഗർ വരച്ച് നോക്കാം. സൈക്ലോപ്രൊപ്പൈൻ, CyClO പ്രൊപ്പൈൻ. ഓക്കെ, PANE പ്രൊപ്പൈൻ, സൈക്ലോപ്രൊപ്പൈൻ. ഓക്കെ, അപ്പോൾ അതിനെന്തൊക്കെ ഈ പേര് കാണുമ്പോൾ തന്നെ എന്തൊക്കെയാണ് മനസ്സിലാക്കണം? സൈക്ലിക് കോമ്പൗണ്ടാണ്. പിന്നെ 3 പ്രൊപ്പ് എന്ന് പറയുമ്പോൾ 3 കാർബൺ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്? ആൽക്കൈനാണ്. കാർബൺ സിംഗിൾ ബോണ്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ പിക്ചർ റെപ്രസെൻറ്റേഷൻ ഒന്ന് വരച്ച് നോക്കാം. CH2 എന്നിട്ട് അടുത്ത ലൈൻ ബോണ്ട് CH2. ഓക്കെ, സൈക്ലോപ്രൊപ്പൈൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഒരു സൈക്ലിക് കോമ്പൗണ്ട് ആയിരിക്കും. പിന്നെന്താണ്? കാർബൺ സിംഗിൾ ബോണ്ട് ആയിരിക്കും. നമുക്കിതിൻ്റെ തന്നെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഫിഗർ വരയ്ക്കാം. ഇത് സൈക്ലോപ്രൊപ്പൈനാണ്. ഈ കോർണറിൽ CH2 ആണ്. ഓക്കെ, CH2. കാർബണിന് 4 വാലൻസി, 1 വാലൻസി ഈ ബോണ്ട്, 1 വാലൻസി ഈ ബോണ്ട്. പിന്നെ H2 ആണ്, CH2 ആണ് ഈ കോർണറിൽ. ഈ കോർണറിലും CH2, കോർണറിലും CH2. ഈ 2 ഫിഗറും ഈക്വലാണ്. അടുത്തത് എന്താണ്? നമുക്കൊരു സൈക്ലോപെൻറ്റൈൻ നോക്കാം. സൈക്ലോപെൻറ്റൈൻ. എന്തൊക്കെ മനസ്സിലാക്കാം? ഒരു സൈക്ലിക് കോമ്പൗണ്ടാണ്. പെൻറ്റൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 കാർബൺ ഉണ്ടായിരിക്കും. ഒരു ആൽക്കൈനാണ്. കാർബൺ സിംഗിൾ ബോണ്ടായിരിക്കും. അപ്പോൾ നമുക്കതിൻ്റെ പിക്ചറൽ റെപ്രസെൻറ്റേഷൻ വരച്ച് നോക്കാം. ആദ്യം ഈ ടൈപ്പ് നമുക്ക് പിക്ചർ വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെയാണ്. സൈക്ലിക് കോമ്പൗണ്ടാണ്. പെൻറ്റ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5 കാർബണുണ്ട്. പിന്നെ കാർബൺ സിംഗിൾ ബോണ്ടാണ്. ഇതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള പടം എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇക്വലൻ്റ്. ഇവിടെ എന്താണ്? CH2 ബോണ്ട്, CH2. അടുത്തത് CH2. ഓക്കെ, അടുത്തത് CH2. ഓക്കെ, സൈക്ലോപെൻറ്റൈൻ. ഇത് മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത് നമുക്ക് വേറൊരു ഫിഗർ വരയ്ക്കാം. ക്ലോറോസൈക്ലോഹെക്സേൻ. ഈ പേര് വായിക്കുമ്പോൾ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം? ഒരു ക്ലോറിൻ ഗ്രൂപ്പ്. ക്ലോറിൻ എന്ന് പറയുമ്പോൾ Cl ഗ്രൂപ്പ് ഉണ്ട്.
ഒരു സൈക്ലിക് കോമ്പൗണ്ടാണ്. പിന്നെ ഹെക്സ് എന്ന് പറയുമ്പോൾ എത്ര കാർബണാണുള്ളത്? എത്രയാണുള്ളത്? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ് എത്രയാണ്? 6 കാർബണാണുള്ളത്. പിന്നെ എന്ന് പറയുമ്പോൾ കാർബൺ സിംഗിൾ ബോണ്ട്. നമുക്ക് ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. സൈക്ലോഹെക്സേൻ ഇത് സൈക്ലോഹെക്സേൻ ആയിട്ടുണ്ട് കേട്ടോ. അതായത് സൈക്ലിക് കോമ്പൗണ്ടാണ്. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ് 6 കാർബൺ ഉണ്ട്. പക്ഷേ ഇവിടെ എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻ ക്ലോറോ സൈക്കിൾ, അപ്പോൾ ഒരു ക്ലോറിൻ ഗ്രൂപ്പ് കൂടി ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. മനസ്സിലായല്ലോ? നമുക്ക് ഇതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഫിഗർ വരച്ച് നോക്കാം. CH2 ഇവിടെ CH2 ആണ്. അടുത്തത് CHCl ഇവിടെ CHCl ഈ പൊസിഷൻ. അടുത്തത് CH2 അടുത്ത ഈ പൊസിഷൻ CH2. നെക്സ്റ്റ് CH2 ഓക്കെ, കംപ്ലീറ്റായി. ഇത് ഇക്വലൻ്റാണ്. കെമിസ്ട്രി പഠിക്കാൻ എല്ലാവരും കുറച്ച് കഷ്ടപ്പെടണം. നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓർക്കും ഇത് പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഇത് എഴുതി കുറേ തവണ എഴുതി പ്രാക്ടീസ് ചെയ്താലാണ് നിങ്ങൾക്ക് എക്സാം പേപ്പറിൽ നല്ല നീറ്റായിട്ട് എഴുതി നല്ല സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അത്ര ഈസി അല്ല, കുറച്ച് കഷ്ടപ്പാടുണ്ട്. അത് എഴുതി തന്നെ പഠിക്കണം. ഓക്കെ. അടുത്തത് ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഓർഗാനിക് കോമ്പൗണ്ട് മെയിനായിട്ട് എസൈക്ലിക് ഓർ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട് എന്നും സൈക്ലിക് അല്ലെങ്കിൽ ക്ലോസ്ഡ് ചെയിൻ അല്ലെങ്കിൽ റിംഗ് കോമ്പൗണ്ട് എന്നും രണ്ടായിട്ട് മെയിനായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ. ഇത് എസൈക്ലിക് തന്നെയാണ് ഓപ്പൺ ചെയിൻ എന്ന് പറയുന്നത്. സൈക്ലിക് ആണ് ക്ലോസ്ഡ് എന്ന് പറയുന്നത്. അത് മാറിപ്പോയിരിക്കാൻ CC എന്ന് ഓർത്താൽ മതി. ക്ലോസ്ഡ് എന്നും സൈക്ലിക്. ക്ലോസ്ഡ് തന്നെയാണ് സൈക്ലിക് എന്ന് ഓർക്കാൻ CC എന്ന് ഓർത്താൽ മതി. ഓക്കെ. ഓർ റിംഗ് കോമ്പൗണ്ട് ഇതിനെ രണ്ടായിട്ട് വീണ്ടും തിരിച്ചിട്ടുണ്ട്. ആലിസൈക്ലിക് കോമ്പൗണ്ട് എന്നും അരോമാറ്റിക് കോമ്പൗണ്ട് എന്നും. ആലിസൈക്ലിക് കോമ്പൗണ്ടിനെ വീണ്ടും ഹോമോസൈക്ലിക് ഓർ കാർബോക്സിലിക് കോമ്പൗണ്ട് എന്നും ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് എന്നും തിരിച്ചിട്ടുണ്ട്. അരോമാറ്റിക് കോമ്പൗണ്ടിനെ ബെൻസിനോയിഡ് കോമ്പൗണ്ട്, നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ട്, ഹെട്രോസൈക്ലിക് അരോമാറ്റിക് കോമ്പൗണ്ട് എന്നും തിരിച്ചിട്ടുണ്ട്. നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടിനെ പറ്റിയാണ്. അതായത് ഇതിന് ആലിഫാറ്റിക് കോമ്പൗണ്ട് എന്നും ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടിനെ പറയപ്പെടുന്നത്. ഇതിനകത്ത് ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് അല്ലെങ്കിൽ സ്ട്രേറ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സാണ് കാണപ്പെടുന്നത്. അതിന് 2-3 എക്സാമ്പിൾ നോക്കാം. എഡീൻ ഇതിന് എക്സാമ്പിളാണ്. ഈഥൈൻ ANE. പിന്നെ അടുത്തത് എന്താണ്? അസറ്റാൽഡിഹൈഡ് CH3CHO. ഇത് നമുക്ക് എങ്ങനെയാണ് ഇടുന്നത്? CH3C ഡബിൾ ബോണ്ട് OH അസറ്റാൽഡിഹൈഡ് ആണിത്. അടുത്തത് അസറ്റിക് ആസിഡിൻ്റെ ഫോർമുല എന്താണ്? CH3COOH ആണ് അസറ്റിക് ആസിഡ്. നമുക്കിതിങ്ങനെ ഇടാം. CH3C ഡബിൾ ബോണ്ട് OH അസറ്റിക് ആസിഡ് നമുക്കിങ്ങനെ ഇടാം. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അടുത്ത എന്താണ്? സൈക്ലിക് ഓർ ക്ലോസ്ഡ് ചെയിൻ ഓർ റിംഗ് കോമ്പൗണ്ടിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആലിസൈക്ലിക് കോമ്പൗണ്ടിനെ പറ്റി നോക്കാം. ആലിസൈക്ലിക് കോമ്പൗണ്ട്സ്. ഓക്കെ, ആലിസൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ
അതിൽ കോമ്പൗണ്ട് കണ്ടെയ്ൻ കാർബൺ ആറ്റം ജോയിൻ ഇൻ ദ ഫോം ഓഫ് റിങ്. റിങ്ങിൻ്റെ ഫോമിലായിരിക്കും അത് കാണപ്പെടുന്നത്. എക്സാമ്പിൾ, ഇതിൻ്റെ പേരെന്താണെന്ന് പറയാമോ? ഇത് സൈക്ലിക് ഷേപ്പാണ്. മെത്തേത്തെ പ്രൊപ്പ് 3 പ്രൊപ്പൈനുണ്ട്. ഇത് സിംഗിൾ ബോണ്ടാണ്, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ എന്താണ്? സൈക്ലോ പ്രൊപ്പൈൻ ആണ്. ഓക്കെ, അടുത്തത് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇതെന്താണ്? ഇതിൻ്റെ പേര് പറയാമോ? പ്രൊപ്പോ ബ്യൂട്ട് പെൻ്റെ ഹെക്സ് ആണ്. അതായത് 6 കാർബൺ ഉണ്ട്. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടാണ്. ഓക്കെ, പിന്നെന്താണ്? സൈക്ലോ ഹെക്സേനാണിത്. ഓക്കെ, അടുത്തത് നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇതിൻ്റെ പേരെന്താണ്? തമ്മിൽ ഒരു വ്യത്യാസമുള്ളൂ, ഇവിടെ ഒരു ബോണ്ട് വന്നത്. ഇത് സൈക്ലോ ഹെക്സൈൻ ആയിരുന്നു. ഇതപ്പോൾ എന്താണ്? ഈൻ. കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് വന്നു. കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് വരുമ്പോൾ ആൽക്കീനാണ്. അപ്പോൾ ഇതിൻ്റെ പേര് വരുമ്പോൾ സൈക്ലോ ഹെക്സീൻ വരും. ഓക്കെ, സൈക്ലോ ഹെക്സീൻ. മനസ്സിലായല്ലോ? അടുത്തത് നമുക്ക് അരോമാറ്റിക് കോമ്പൗണ്ടിനെ പറ്റിയാണ് നോക്കാനുള്ളത്. അരോമാറ്റിക് കോമ്പൗണ്ടിൽ തന്നെ ക്ലാസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? ബെൻസിനോയിഡ് കോമ്പൗണ്ട്, നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ട്, പിന്നെ ഹെട്രോസൈക്ലിക് അരോമാറ്റിക് കോമ്പൗണ്ട്. ഇങ്ങനെയെന്നാണ് നമുക്ക് അതിനെ തിരിച്ചിരിക്കുന്നത്. ആദ്യം ബെൻസിനോയിഡ് കോമ്പൗണ്ട് നോക്കാം. ബെൻസിനോയിഡ് അരോമാറ്റിക് കോമ്പൗണ്ട്. അരോമാറ്റിക് കോമ്പൗണ്ട് അതായത് ബെൻസീൻ എന്താണ്? C6H6. ഇവിടെ ഒരു ബോണ്ട് കൊടുക്കുക, ഒന്നിടവിട്ട് ബോണ്ട് കൊടുക്കുക, പിന്നെ ഇവിടെ ബോണ്ട് കൊടുക്കുക. ഇതാണ് ബെൻസീൻ. C6H6 ആണ്. അടുത്തത് ബെൻസീൻ റിങ് വരയ്ക്കുക. ഓക്കെ, ഇതിലൊരു NH2 കൊടുക്കുക. NH2. ഇപ്പോൾ ബെൻസീൻ്റെ റിങ്ങിൽ ഒരു NH2 കൊടുത്തു. അപ്പോൾ അതിൻ്റെ പേരെന്താണ്? അനിലിൻ. അനിലിൻ എന്നാണ് അതിൻ്റെ പേര്. അടുത്തത് നാഫ്തലിൻ. ഓക്കെ, ആദ്യ ഒരെണ്ണത്തിൽ ബെൻസീൻ റിങ് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തത് ബോണ്ട് 2 ഇവിടെയാണ് വരേണ്ടത്. ഓക്കെ, ഇത് ബോണ്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ പേരെന്താണ്? നാഫ്തലിൻ. മനസ്സിലായല്ലോ? അടുത്തത് നമുക്ക് നോക്കാനുള്ള നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ട്. നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ അത് ബെൻസീൻ റിങ് അല്ലായിരിക്കും. അപ്പോൾ നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ടിന് ഒരു എക്സാമ്പിളാണ് അടുത്ത് എഴുതാൻ പോകുന്നത്. ട്രോപ്പോൺ. എക്സാമ്പിളാണ് ട്രോപ്പോൺ. നിങ്ങളത് എഴുതിയും വായിച്ചും തന്നെ പഠിക്കുക. മെയിനായിട്ട് എഴുതി പഠിക്കുക. നമുക്ക് അതിൻ്റെ ഫിഗർ വരയ്ക്കാം. പോണ്ട് 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 ട്രോപ്പോൺ. ഇതാണ് ട്രോപ്പോണിൻ്റെ ഫിഗർ. നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ടിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ,
ഇത് ഹെട്രോസൈക്ലിക് അരോമാറ്റിക് കോമ്പൗണ്ടിൻ്റെ എക്സാമ്പിളാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്യൂറാൻ, സെക്കൻഡ് വൺ തയോഫിൻ, തേർഡ് വൺ പിരഡിൻ, ഒരു നൈട്രജനുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ഫിഗറുകൾ വരച്ച് തന്നെ പഠിക്കുക. വരച്ചാലാണ് എക്സാമിന് നിങ്ങൾക്കത് പേപ്പറിൽ എഴുതാൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. അത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ എല്ലാം കിട്ടി, എല്ലാം മനസ്സിലായി, എല്ലാം പഠിച്ചു എന്ന് ഓർക്കും. പക്ഷേ ഇത് മാക്സിമം പേപ്പറിൽ എത്ര പ്രാവശ്യം എഴുതി പഠിക്കാൻ പറ്റുമോ അത്രയും പ്രാവശ്യം എഴുതി പഠിച്ചാലാണ് കിട്ടുള്ളൂ. ഓക്കെ, ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ചാപ്റ്റർ ഫുള്ളായിട്ടില്ല, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.